ശ്രീകൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്കിനി 18 ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 17 പറഞ്ഞല്ലോ. എന്താ പറഞ്ഞ 17 വെച്ചാൽ 17 നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഈ പ്രപഞ്ചമൊക്കെ ഏത് വസ്തു ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുവോ അല്ലേ, അതിനെ ആ സർവവ്യാപിയായിട്ടുള്ള പരബ്രഹ്മത്തിനെ നാശമില്ലാത്തതാണെന്ന് നീ അറിഞ്ഞാലും അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, സത്തും ജഡവും ഉണ്ടാ പറഞ്ഞല്ലോ, ഉണ്മയും ജഡവും, അല്ലെങ്കിൽ പിന്നെ ആത്മാവും അനാത്മാവും എന്നൊക്കെ പറഞ്ഞില്ലേ. അതിലിപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ആ നാശമില്ലാത്ത ആത്മാവിനെ പറ്റിയിട്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ, അതിൽ പൊന്തി മറയുന്ന സീൻസാണ് ഈ കാണുന്നതൊക്കെ. നമ്മളടക്കം എല്ലാം അതിൽ അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ് ആയിട്ടുള്ള ഫോംസ് ആൻഡ് നെയിംസ് ആണെന്ന് പറഞ്ഞു. അതായത് ഒരു സീൻ ഉണ്ടെങ്കിൽ ഒരു 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 സീനിൻ്റെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ടി വിയുടെ ഒരു ഇതുണ്ടാന്ന് വെച്ചോളൂ, അതിലിങ്ങനെ അനവധി ചിത്രങ്ങളും വരും. നമ്മളൊരു സിനിമ വെച്ചാൽ അനവധി ആൾക്കാർ വരും, കഥ വരും അല്ലേ. അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്താൽ പിന്നെ ആ കഥയിൽ സംഭവിച്ചതൊന്നും ഈ സ്ക്രീനിനെ ബാധിക്കണില്ലല്ലോ. അതുപോലെ ശരിക്ക് പറയാച്ചാൽ ഓൾ സീൻസ്, അതിൽ വരുന്ന എല്ലാ ദൃശ്യങ്ങളും ആ നാശമില്ലാത്ത സ്ക്രീനിൽ സംഭവിക്കുന്നതാണ്. ആ സ്ക്രീനിനൊന്നും പറ്റില്ല. എത്ര വലിയ യുദ്ധം ആ സ്ക്രീൻ മുമ്പിൽ കാണിച്ചാലും, സിനിമയിലോ എന്തിനാച്ചാൽ ദുഃഖം കാണിച്ചാലും ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ ആ സ്ക്രീൻ അതുപോലെ ഇരിക്കില്ല. അതുപോലെയാണ് സത്ത്, ആത്മാ, ഉണ്മ അല്ലെങ്കിൽ ആത്മാവ് അങ്ങനെയാണെന്നാണ് നമ്മൾ 17 പറഞ്ഞത്. ഇനി 18 എന്താ പറയണത് അറിയോ? നെക്സ്റ്റ് ശ്ലോകത്തിൽ എന്താ പറയണത് വെച്ചാൽ ഈ ജഡ എങ്ങനെയാണ്. ഇപ്പോൾ സത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സത്തായിട്ടുള്ളത് എന്നും നിൽക്കും, ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞു. ഇനി അടുത്തതിൽ ജഡത്തിനെ പറ്റിയാണ്. അതായത് എക്സിസ്റ്റൻസ് ഇല്ലാത്ത, സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഇല്ലാത്ത ജഡത്തിനെ പറ്റിയാണ് അടുത്ത ശ്ലോകത്തിൽ. അന്തവന്ത ഇമേദേഹ നിത്യസ്യോക്ത ശരീരിണ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്വസ്വ ഭാരത. യുദ്ധം ചെയ്താലെന്ന് പറയണം അവസാനം. എന്താ പറയുക, ഭാരത ശരീരിണ. എന്താണ് ഹേ ഭാരത പറഞ്ഞ അർജുനെ വിളിക്കുക. ഏതാ 18 കേട്ടോ. നിത്യസ്യ, അതായത് നിത്യനായും, ഇറ്റേണൽ. അനാശിനഹ, നാശമില്ലാത്തവനായും. അപ്രമേയസ്യ, അറിയാൻ വിഷമമുള്ളതും. അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷണം പറഞ്ഞിട്ടോ നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അപ്രമേയസ്യ പറഞ്ഞാൽ. അതായത് ഒരു പിന്നെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, അറിയപ്പെടാൻ കഴിയാത്തത്. ശരീരിണഹ, അങ്ങനത്തെ ഒരു ആത്മാവാണ് ഈ ദേഹത്തിനെ സ്വീകരിക്കണത്. ശരീരിണ പറഞ്ഞാൽ എന്താ, അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത, നാശമില്ലാത്ത നിത്യനായ ആത്മാവാണ് ഈ ദേഹത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇമേ ദേഹ, ഈ ദേഹങ്ങൾ, ദേഹത്തിൽ ആത്മാവ് ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ ദേഹങ്ങൾ അന്തവന്തഃ ഉക്ത, അതിന് അവസാനമുണ്ട്. മീൻസ് ദർ ഈസ് ആൻ എൻഡ് ടു ദിസ് ബോഡി ഇൻ വിച്ച് ഏത് ഈ നിത്യമായ ആത്മാ ഇരിക്കുന്നത്. നിത്യമായിട്ടുള്ള ആ ഇറ്റേണൽ ആത്മാവ് ഇരിക്കണ ദേഹത്തിന് അവസാനമുണ്ടെന്ന് പറയപ്പെടുന്നു. അന്തവന്തഃ ഉക്ത, ആ ദേഹത്തിന് അവസാനമുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതിനെ ചൈതന്യവത്താക്കുന്ന ആത്മാവ് നിത്യമാണ്. പക്ഷേ ഏത് ദേഹത്തിലാണോ ഇരിക്കണ ആത്മാവ് അതിന് നാശമുണ്ടെന്ന് പറയുകയാണ്.
തസ്മാത് അതിനാൽ യുദ്ധസ്വ യുദ്ധം ചെയ്താലും. അതാണ് പറയുന്നത് അർജുനനോടെ. ഇത് മനസ്സിലാക്കിയാൽ മതി, നീ മനസ്സിലാക്കിയിട്ട് യുദ്ധം ചെയ്യണം. എന്ത് ഈ കണ്ട എൻ്റെ മുമ്പിലുള്ള ശത്രുക്കളുടെ ഒക്കെ ദേഹത്തിൻ്റെ ഉള്ളിൽ അവരുടെ ചൈതന്യമായി പ്രകാശിക്കുന്ന ആ ആത്മാവിന് ഒരിക്കലും നാശമില്ല. ഏത് പല 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 ദേഹങ്ങളിലായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ, പല നാമരൂപങ്ങളിൽ. ആ ദേഹത്തിനൊക്കെ നാശമുണ്ട്. ആ ദേഹത്തിന് മാത്രമേ നാശമുള്ളൂ. ആ ദേഹമല്ല അവർ, അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് അവരൊക്കെ. അപ്പോൾ ശരിക്ക് അവർ ദേഹമല്ല, അവർ ശരിക്കും ആത്മാവാണ്. ആ അറിവ് നീ മനസ്സിലാക്കിയിട്ട് ആ അറിവോടുകൂടി നീ യുദ്ധം ചെയ്താലും എന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അതാണ് അതിൽ പറയണത്. നിത്യനായും നാശമില്ലാത്തവനായും അറിയാൻ വളരെ വിഷമമുള്ളവനായും അകത്ത് ദേഹത്തോടു കൂടിയിരിക്കുന്ന ആ ആത്മാവിൻ്റെ നാശല്യ പറഞ്ഞില്ല, അത് ഏത് ദേഹങ്ങളെയാണോ ചൈതന്യവത്താക്കണ ആ ദേഹങ്ങൾക്ക് നാശമുണ്ട്. പക്ഷേ ആ ദേഹങ്ങൾ അല്ല അവർ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഹേ അർജുന യുദ്ധം ചെയ്താലും എന്നാണ് പറയണത്. ബോഡിക്ക് ആത്മാവിന് ഒരു മാറ്റവും ഇല്ല. അതായത് ബോഡിക്ക് എന്താ, ജനിക്കുക, കുറച്ച് വലുതാവുക അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, ആ പരിണാമങ്ങളൊക്കെ ഉണ്ട്, ചേഞ്ചസൊക്കെ ഉണ്ട്, എന്നിട്ട് നാശമുണ്ട്. ആത്മാവിനൊന്നുമില്ല, ജനിക്കണമില്ല, അതിന് വ്യത്യാസവും വരുന്നില്ല, എപ്പോഴും ഒരുപോലെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ അറിയുന്നത്, അതായത് നമ്മൾ ആത്മാവ പറഞ്ഞു വെച്ചാൽ ഇതൊന്നുമില്ലാത്ത, പക്ഷെ ജീവാത്മാവ പറഞ്ഞു വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ജീവാത്മാവാവണം അറിയോ? ഈ ആത്മാവ് ശരീരമാണെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ ജീവാത്മാവ് എന്നുള്ള പേരെന്നെ ഉണ്ടാവണത്. ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചാൽ എന്തുണ്ട്, എനിക്ക് ജനനമുണ്ട്, വയസ്സാവലുണ്ട്, ദണ്ണങ്ങൾ വരലുണ്ട്, മരണമുണ്ട്. പക്ഷെ ഞാൻ ജീവാത്മാവാണെന്ന് ഞാൻ ദേഹമാണെന്ന് വിചാരിച്ചില്ലെങ്കിലോ എനിക്കൊന്നുമില്ല. അപ്പോൾ ആ വിചാരമാണ് നമ്മൾ ഈ ദേഹമായിട്ട് ഞാൻ ഈ ദേഹമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ എല്ലാ സഫറിങ്ങും എന്നാണ് ഭഗവാൻ പറയണത്. പരമാത്മാവായിട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പരമാത്മാവിൽ വർത്തിക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും പ്രശ്നമില്ല. അതുകൊണ്ടാണ് പറയണത്, പിന്നെ എന്താണ്, അർജുന നീ ആരെയും കൊല്ലണില്ല, അതൊന്നും, ആ ശരീരമൊന്നും ജഡാണ്, അതിൻ്റെ ഉള്ളിൽ പ്രകാശിച്ച് നിൽക്കുന്ന ആത്മാവാണ് അവരൊക്കെ, അവർക്കും ഒരിക്കലും നാശമില്ല. അത് മനസ്സിലാക്കിയിട്ട് ആ മനോഭാവത്തോടു കൂടി യുദ്ധം ചെയ്തോളൂ എന്ന് പറയുകയാണ്. അതാണ് ഈ തപോവനസ്വാമി ഇല്ലേ, എന്താണ് ചിന്മയാനന്ദ സ്വാമിയുടെ പിന്നെ എന്താ പറയുക, ഗുരു തപോവനസ്വാമിക്ക് ഇങ്ങനെ വയ്യാതെയപ്പോൾ ഹിമാലയത്തിലാണ് അദ്ദേഹം, കുറച്ച് ശിഷ്യന്മാരൊക്കെ അടുത്തുണ്ട്. വയ്യാണ്ടായപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ എടുത്തു കൊണ്ടുപോവാം, അങ്ങേ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം, നല്ലോണം വയസ്സായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അങ്ങ് കുറച്ചും കൂടി ജീവിക്കണം എന്നാണ് ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ ചിന്മയാനന്ദ സ്വാമി എഴുതിയിട്ടുണ്ട്. എന്താ അറിയോ, എന്തിനാത്, ഈ ദേഹം എന്തായാലും നശിക്കും, അത് നശിക്കാറായിരുന്നു. ഇപ്പോൾ അതൊന്നും കൊണ്ടുപോകണ്ട, ഈ ശ്ലോകം ഓർമ്മയില്ലേന്ന് ചോദിക്കുന്നതാണ് പറയണത്. അന്തവന്ത ഇമേ ദേഹ, ഈ ദേഹത്തിനൊരു അവസാനമുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ, എന്തിനാ പിന്നെ എന്നെ വലിച്ചു കൊണ്ടുപോകണേ എന്ന് പറഞ്ഞു എന്ന് ഒക്കെ കഥ ഉണ്ടായി. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഒരു ജഡ്ജ് ഒരു വധശിക്ഷ വിധിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ജഡ്ജായിട്ട് നിന്നിട്ട് എനിക്കിത് എൻ്റെ സ്വധർമ്മം ചെയ്യണമെന്ന് മാത്രമല്ലേ വിചാരിക്കുള്ളൂ. അതുപോലെ തന്നെ നോക്കൂ, അത് തെറ്റോ, നല്ലൊരു ഉദാഹരണം അതപ്പോൾ ഒരു ബാങ്കിലെ ഒരു പിന്നെ ഉദ്യോഗസ്ഥൻ പൈസ എണ്ണാച്ചാൽ അവനവൻ്റെ പൈസയെ വിചാരിക്കുന്നില്ലല്ലോ. ആ പൈസ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒക്കെ അത് എൻ്റെ അല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യണം. കുറേ പൈസ എണ്ണിയിട്ടൊരാൾക്ക് കൊടുക്കണു. അത് വെറൊരു ഞാനൊരു ജോലിക്കാരൻ, അതെൻ്റെ ജോലി ഈ പൈസ എടുക്കുക കൊടുക്കുക. അതുപോലെ വേണമെന്നാണ് ജീവിതത്തിൽ നമ്മൾ പെരുമാറാൻ. ഞാൻ ആരുമല്ല, ഞാൻ ഭഗവാന്റെ ഒരു ജോലിക്കാരൻ, അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിലത്തെ ഒരു ഉപകരണം. ഭഗവാൻ ചെയ്യിക്കണു, ഞാൻ ചെയ്യണു. അതാണ് വേറൊരു ഉദാഹരണം.
വായിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് അല്ലേ, ഒരു ബാങ്കിലത്തെ ഒരു പൈസ ഓഫീസറോ അല്ലെങ്കിൽ ക്ലർക്കോ ആരാച്ചാൽ അവർ പൈസ എണ്ണി തരണതൊക്കെ സ്വന്തമെന്നുള്ളൊരു തരി വിചാരം കൂടില്ല അല്ലേ, അങ്ങനെയാണ് കൊടുക്കണതേ. അതുപോലെ വേണമെന്നാണ്. അതായത് ആത്മാവിന് യാതൊരു നാശവും ഇല്ല, ഈ നാശം മുഴുവൻ ആത്മാവ് ഇരിക്കുന്ന ദേഹത്തിനാണെന്നാണ്. അതാണ്. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് പിന്നെ ഈ 2 ശ്ലോകത്തിൽ ആദ്യത്തിൽ നമ്മൾ ബോധം എന്താണെന്ന് പറഞ്ഞുവല്ലോ അല്ലേ, എന്താണ് സത്ത് അല്ലെങ്കിൽ ഉണ്മ അല്ലെങ്കിൽ ആത്മാ എന്താണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തേൽ ഇപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ 18 ജഡം എന്താണെന്ന് പറഞ്ഞു. ഇനി ഭഗവാൻ എന്താ പറയണത്, ഈ ഒരു തത്വം തന്നെ ഒന്നും കൂടി ഊന്നി റീഇൻഫോഴ്സ് ചെയ്യാണ്. ഇനി അടുത്ത 19 തൊട്ട് 25 വരെ ശ്ലോകം വരെ ഈ ബോധം ജഡം, അതാണ് സാഖ്യയോഗം. ബോധം ജഡം, ഇവിടെ ബോധം മാത്രമേ ഉള്ളൂ. ഈ ബോധത്തിൽ ഒരു സ്ക്രീൻ പോലെയാണ്, പൊന്തി മരണ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ എന്നുള്ള ആ തത്വം പിന്നെയും ഊന്നി പറയുക, റീഇൻഫോഴ്സ് ചെയ്യാണ്. എന്താണ് 19 തൊട്ട് 25 വരെയുള്ള ശ്ലോകങ്ങളിൽ. അതായത് ശരിക്കും പറയാച്ചാൽ അർജുനോട് കൊല്ലൂ എന്ന് പറയുമൊന്നും അല്ല. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുമല്ലോ, ശ്രീകൃഷ്ണൻ കൊല്ലാൻ പറഞ്ഞു. അങ്ങനെയല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞത്. എന്താ അറിയോ, ഇപ്പം സ്വധർമ്മം അനുഷ്ഠിച്ചിട്ട് പിന്നെ ദുഷ്ടന്മാരെ കൊന്ന് ശിഷ്ടന്മാരെ നല്ല ആൾക്കാരെ രക്ഷിക്കേണ്ടത് അങ്ങയുടെ കടമയാണ്, ഡ്യൂട്ടിയാണ്. പക്ഷെ ആ സമയത്ത് കൊല്ലുകയാണല്ലോ എന്നുള്ള വിഷമം വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ സത്യം പറഞ്ഞു തരികയാണ്. അതായത് ഒരു കൈൻഡ് ഓഫ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ് ശാസിക്കല്ല, അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുകയല്ല ഭഗവാൻ ചെയ്യണത്. എൻ്റെ അനുവാദം ഉണ്ടോ നിനക്ക് യുദ്ധം ചെയ്യാൻ? അതായത് ഭഗവാന്റെ അനുവാദം ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടേ? ഭഗവാന്റെ അനുവാദം കൊടുക്കുകയാണ്. ഇപ്പം ചെയ്യേണ്ടതാണ് യുദ്ധം, ചെയ്തോളൂ, ഇത് ലോക നന്മയ്ക്കാണ്, അങ്ങനെയുള്ളൂ. പക്ഷെ ഒന്ന് പറയണ്ടേ, ഞാനാണ് ചെയ്യണമെന്നുള്ള ആ ഭാവം ഇല്ലാതെ ചെയ്യൂ. ഞാൻ ഭഗവാന്റെ കയ്യിലത്തെ ഒരു വെറും ഉപകരണമാണ്. അപ്പോൾ ആ ഉപകരണം കൊണ്ട് ഞാൻ അപ്പം ഈ കർമ്മബന്ധനം ഇല്ല, ഞാൻ നല്ലത് ചെയ്യാമെന്നോ ചീത്ത ചെയ്യാമെന്നോ ഒന്നുമില്ല. അങ്ങനെ യുദ്ധം ചെയ്യൂ എന്നാണ് പറയണത്. മനസ്സിലായില്ലേ? എന്തായാലും അവരുടെ ശരീരമൊക്കെ നശിക്കാൻ പോണതാണ്. ഈ തപോവന സ്വാമി പറഞ്ഞ പോലെ എന്തായാലും നശിക്കാൻ പോണതാണ്. ഇപ്പോൾ ഒരു ലോക നന്മയ്ക്കായിട്ട് നീ അതിനെ നശിപ്പിക്കും. നീയല്ല, നീ നശിപ്പിക്കാമെന്നും വിചാരിക്കേണ്ട. നിൻ്റെ ആത്മാവിന് ഒരു കർത്തൃത്വമില്ല. നീ നിൻ്റെ മനോഭാവം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പാപവും പുണ്യമെന്ന്. ഞാൻ കൊല്ലുകയാണെന്ന് വിചാരിച്ച് കൊല്ലുമ്പോഴാണ് പാപം. ഞാൻ കൊല്ലല്ല, ഞാൻ വെറൊരു എനിക്കിത് ചെയ്യേണ്ടി വന്നു, എൻ്റെ സ്വധർമ്മം ചെയ്യേണ്ടി വരികയാണ് എനിക്ക്. ഇതുപോലെ എന്താ ഒരു ജഡ്ജ് ഒരു പിന്നെ എന്താണ് ഒരു കൊലയാളിയെ വധശിക്ഷയ്ക്ക് വിധിക്കണത്, അത് ഹി ഹാസ് ടു ഡു, അതുപോലെ വിചാരിച്ച് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് 18 വായിച്ച് നമുക്ക് 19ലേക്ക് പോവാം. അപ്പം ബോധവും ജഡവും എക്സ്പ്ലെയിൻ ചെയ്തുല്ലോ. ബോധം എന്നുള്ളതാണ്, ഒരു പരിണാമവും ഇല്ല, നിത്യം ഇറ്റേണലാണ്. അതേസമയം ജഡം ഈ എല്ലാ ചേഞ്ചസും ഉണ്ട്, ബർത്ത് പിന്നെ ഗ്രോത്ത് അല്ലേ, വീക്കാവൽ ഒക്കെ ഉണ്ട്, അതിന് നാശമുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് 18 വായിച്ച് 19ലേക്ക് പോവാം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. ഇനി 19. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. എന്താണ് 19 പറയണ ഭഗവാൻ? ഇതിനെ ഈ ഒരു തത്വത്തിന് തന്നെ ഫോഴ്സ് ചെയ്യാണ് കേട്ടോ. എന്താ പറയണേ? യഹ ഏതൊരാൾ ഏനം ഹന്താരം ഇവനെ കൊല്ലുന്നവനായി വേത്തി അറിയുന്നുവോ. ആരാണ് ഞാൻ കൊല്ലുക എന്ന് വിചാരിക്കണമെന്നാ ചുരുക്കം. യഹ ഏതൊരാൾ ഏനം ഹതം ഞാൻ കൊല്ലപ്പെട്ടവനായി. ഏതൊരാളാണോ ഐ ആം കില്ലിങ്, ഐ ആം ഗെറ്റിംഗ് കിൽഡ്, ഈ രണ്ടും ആലോചിക്കണതാണ്. ഏതൊരാളാണോ ഞാനാണോ കൊല്ലണ,
അല്ലെങ്കിൽ ഞാൻ അവരാൽ കൊല്ലപ്പെടും. ഇത് രണ്ട് വിചാരിക്കണവരും, ഐ ആം കില്ലിംഗ് എന്ന് വിചാരിക്കണവരും ഐ ആം ഗെറ്റിംഗ് കിൽഡ് എന്ന് വിചാരിക്കണ അവരൊക്കെ തൗ ഉഭൗ, അവർ രണ്ടുപേരും ഞാൻ കൊല്ലുകയാണെന്ന് വിചാരിക്കണവരും ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് വിചാരിക്കുന്നവരും ന വിജാനീത, അവർ രണ്ടാളും സത്യം അറിയാത്തവരാണ്. അയം ഇവൻ ന ഹന്തി, അയാളെ ന ഹന്തി, ഹീ ഈസ് നോട്ട് കില്ലിങ് എനിബഡി, ന ഹന്യതേച്ച ആൻഡ് ഹീ ഈസ് നോട്ട് ഗെറ്റിംഗ് കിൽഡ്, കൊല്ലപ്പെടുന്നതുമില്ല. അതായത് ഏതാളാണ് ഞാൻ കൊല്ലുകയാണ് വിചാരിക്കണത്, ഏതാളാണ് ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് വിചാരിക്കുന്നത്, അവർ രണ്ടുപേരും വാസ്തവം അറിയാത്തവരാണ്. എന്താ വച്ചാൽ ഈ ആത്മാവ് ആരെയും കൊല്ലണില്ല, ഈ ആത്മാവ് കൊല്ലപ്പെടണില്ല, ദേഹമേ ഉള്ളൂ. ആ ദേഹാത്മാവല്ല, അത് ആത്മാവാണെന്ന് വിചാരിക്കുകൊണ്ടല്ലേ. അതാണ് ഇതിൽ പറയണത്. ഞാൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചാലും അത് അറിവില്ലായ്മയാണെന്ന് പറയുകയാണ്. അതായത് അറിവില്ലാത്ത, ഇഗ്നറൻ്റായിട്ടുള്ള, അറിവില്ലാത്ത അജ്ഞാനികളാണ് എന്ത് വിചാരിക്കുക, ആത്മാവിന് നാശമുണ്ട്, ആ ശരീരം നശിക്കണമെന്ന് കാണുമ്പോൾ ആത്മാവ് നശിച്ചു എന്ന് വിചാരിക്കും അജ്ഞാനികൾ. അതാണ് അജ്ഞാനം കൊണ്ടാണത്. ആ ശരീരം ആത്മാവാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ശരീരം കൊല്ലപ്പെടുമ്പോൾ ആത്മാവ് കൊല്ലപ്പെട്ടു വിചാരിക്കും. ഇതൊരൊറ്റ അജ്ഞാനം കൊണ്ടാണ്. എന്താ അജ്ഞാനം? ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കില്ല, ഐഡൻറ്റിഫൈങ് വൺ സെൽഫ് വിത്ത് ദ ബോഡി, അതാണ് അജ്ഞാനം. അങ്ങനെ വിചാരിക്കുമ്പോൾ ഞാൻ ബോഡിയാണെന്ന് വിചാരിച്ചാൽ ഞാൻ കൊല്ലുന്നു, ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് തോന്നൂലോ. അതാണ് ഇത് ശരിക്കും കഠോപനിഷത്തിലുള്ള അതേ ഒരു ശ്ലോകം തന്നെയാണ്. അതേ ശ്ലോകം തന്നെയാണ് എന്ന് തന്നെ പറയാം. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വാക്കുകൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, ആത്മാവ് ഒരിക്കലും ഒന്നും ചെയ്യണമില്ല, ഒന്നും അനുഭവിക്കണമില്ല. നമ്മൾ ബോഡിയാണെന്ന് വിചാരിക്കാത്തോടത്തോളം കാലം നമുക്ക് ജന്മവും മരണവും കൂടിയില്ല, ഒരനുഭവങ്ങളും ഇല്ല. അപ്പോൾ എല്ലാം എന്താണ് നമുക്കിതിന്ന് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു എസൻസ് എന്താ വെച്ചാൽ, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് അതിനെ പാപോ പുണ്യോ ആക്കണത്. ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്താണെന്നനുസരിച്ചിട്ടാണ് നമ്മൾക്ക് പാപോ പുണ്യോ ആവണത്, അല്ലേ? ഇപ്പോൾ ഒരു ഡോക്ടർ സർജറി ചെയ്തിട്ട് പേഷ്യൻ്റ് രക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് സർജറി ചെയ്തിട്ട് മരിച്ചാൽ ഡോക്ടർ കൊന്നു എന്ന് പറയാൻ പറ്റുമോ? ഡോക്ടർ കൊലയാളിയാണോ? അല്ല. എന്തുകൊണ്ടാണ്? ആ മനോഭാവം, രക്ഷിക്കണം എന്നുള്ള മനോഭാവത്തോടെ. അപ്പോൾ ഡോക്ടർക്ക് ഒരു പാപമില്ല, അല്ലേ? അതേപോലെ ഒരു ഡോക്ടർ തന്നെയാണെന്ന് വിചാരിച്ചോളൂ, ഒരാളോടുള്ള ദേഷ്യം കൊണ്ട് അയാളെ എന്നാൽ ഞാൻ ഈ സർജറിയിൽ അങ്ങോട്ട് കൊന്നളയാന്ന് വിചാരിക്കുകയാണെന്ന് വെച്ചാലോ, നല്ല പാപമുണ്ട്, അല്ലേ? എന്ത് കാര്യവും ചിലപ്പോൾ നമുക്കതാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയൂലോ, നമ്മുടെ ഉദ്ദേശശുദ്ധി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ബിഹൈൻഡ് യുവർ ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണപ്പോൾ ഇതിലും പറയണത്. അതായത് ഇപ്പം ഇവിടെ നിനക്ക് സ്വധർമ്മം ചെയ്യണം, ഞാൻ നല്ലൊരു കാര്യം രാജ്യത്തിന് വേണ്ടി ചെയ്യാണ്, ഞാൻ ഞാനൊരു ഉപകരണം മാത്രമാണ് എന്ന് വിചാരിച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു കർമ്മബന്ധനവും ഇല്ല, ബോണ്ടേജ് ഇല്ല. ആൻഡ് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനത്തെ യുദ്ധങ്ങളിലൊക്കെ ഭഗവാനാണ് സംഹാരരുദ്ധനായിട്ട് വരണത്. അവിടെ ഭഗവാൻ തന്നെ, ഭഗവാന്റെ ഇച്ഛയാണത്. ആ ഒരാൾ കൊല്ലുന്നല്ല. അപ്പോൾ വേണമെന്ന് വെച്ചാലും ഇപ്പോൾ നോക്കൂ, ഒരു വെടി വെച്ചാൽ അത് മറ്റേ വിചാരിച്ച ആളുടെ മേൽ കൊള്ളണമെന്നും കൂടി ഇല്ല, അല്ലേ? അപ്പോൾ ഒരു സോൾജിയറോ അല്ലെങ്കിൽ ഒരു ആളോ നമ്മൾ രാജ്യത്തിന് വേണ്ടി ചെയ്യാന്ന് വെച്ചാൽ അപ്പം നമുക്ക് തീർച്ചയാക്കാം. എന്താ അറിയോ, ഇത് ഭഗവാൻ തന്നെ സംഹാരരൂപിയായിട്ട് വന്നിട്ട് ഈ യുദ്ധം നടത്തുകയാണ്. ഞാൻ ഇതിൽ ഒരു എന്താ പറയുക, നമ്മൾ ഈ ചെസ്സൊക്കെ കളിക്കുമ്പോൾ അതിലത്തെ കരുവില്ലേ, അതിലത്തെ ആൾ അതുപോലെ ഉള്ളൂ എന്ന് വിചാരിക്കണം. അതാണ്.
അപ്പം നമ്മൾ ഇപ്പം ഈ ശിവതാണ്ഡവം, ഈ ശിവൻ സംഹാരരുദ്രനാവുമ്പോൾ അങ്ങനെയാണ് അത്രേ പോവുക. അതിങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. ശിവന് സംഹാരമാണല്ലോ ജോലി, പാവം. അപ്പോൾ ശിവൻ സംഹാരത്തിന് പോകുമ്പോൾ എങ്ങനെയാ തെറ്റുണ്ടോ, ആത്മാവിൽ തന്നെ ഹീസ് അബൈഡിങ് ഇൻ ദ സെൽഫ്. അപ്പോൾ ഒന്നും അറിയുന്നില്ല, ഞാൻ ശിവനാണ്, സംഹാരം നടത്തണമെന്നൊന്നുമില്ല, ഞാൻ ആ പരമാത്മ ചൈതന്യമാണെന്ന് അതിൽ തന്നെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത്രേ ശിവതാണ്ഡവമൊക്കെ നടത്തണത്. അതുപോലെ തന്നെയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ. ആരെ കൊല്ലുമ്പോഴും ഞാനാണോ കൊല്ലണ എന്നുള്ള വിചാരമൊന്നും അവർക്കില്ല. അവർ ആത്മാവാണെന്ന് അറിയാം, പൂർണ്ണമായിട്ടറിയാം, ജ്ഞാനികളായിട്ടാണ്. അതാണ് അവർക്ക്. അപ്പം അതിൻ്റെ കർമ്മബന്ധനം ഇല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രാരബ്ധം കൊണ്ട് നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരു ആരാച്ചാരം, അതായത് ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചോരെ കൊല്ലണ ഒരു ജോലിയാണല്ലോ അത്. ആരാച്ചാര പറയും മലയാളത്തിൽ. വൺ ഹൂ ആക്ച്വലി എന്താണ് കിൽസ് ദ ഈ എന്താണ് അതിന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരെ കൊല്ലണ ആണ്. അയാളൊക്കെ നോക്കൂ, പാവം. ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. എന്താ, അയാളെ നിർഭാഗ്യമാണ്. അയാളുടെ പ്രാരബ്ധകർമ്മം ഇങ്ങനൊരു ഒരു ജോലി ചെയ്തിട്ട് വേണം എന്താണ് വയറ് നിറയ്ക്കാൻ എന്ന് വന്നത് അയാളുടെ നിർഭാഗ്യം. എന്തോ ഒരു പ്രാരബ്ധം അങ്ങനെ ചെയ്യാണ്ട. പക്ഷേ അയാൾക്ക് ഞാനാണ് ചെയ്യണമെന്നുള്ള വിചാരമില്ലാതെയും ദേഷ്യമില്ലാതെയും ഇത് എൻ്റെ വയറ്റെപ്പോഴൊരു ജോലി മാത്രം എന്ന് വിചാരിച്ച് ചെയ്താൽ കർമ്മബന്ധനമില്ലേ. പക്ഷേ ഇറ്റ് ഈസ് സാഡ് ദാറ്റ് അങ്ങനെ ഒരു ഒരു വിഷമമുള്ള ജോലിയാണ് അയാൾക്ക് ഉപജീവനത്തിന് വേണ്ടി വന്നതെന്നുള്ള ഒരു സാഡാണ്. അത്രയേ ഉള്ളൂ എന്നർത്ഥം, മനസ്സിലായില്ലേ? പക്ഷെ അയാൾക്ക് കർമ്മബന്ധനമില്ല. അപ്പോൾ എപ്പോഴും ആ ഒരു പോയിൻ്റ് വളരെ ഇതാണ്. അതുകൊണ്ടാണ് അർജുനനോട് പറയണത്. അപ്പോൾ നോക്കൂ, എന്താ അറിയോ, ഒരു മിക്സി നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണം. ഞാനത് വേറെ എവിടെയോ വായിച്ചു കിട്ടും, ഇപ്പോഴല്ല. അപ്പോൾ ഒരു മിക്സി വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയാൽ ആ മിക്സിക്ക് വർക്ക് ചെയ്യാനുള്ള ശക്തി കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിയാണല്ലോ, അല്ലേ? അപ്പോൾ ആ മിക്സി കേട് വന്നാലും അതിന് ശക്തി കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിക്കൊന്നും പറ്റുന്നില്ല. മിക്സി കേടുന്നു പറഞ്ഞ് നമ്മളൊന്നെങ്കിൽ അത് കളയും, അല്ലെങ്കിൽ പോയി റിപ്പയർ ചെയ്ത് കൊണ്ടുവരും, അല്ലേ? അപ്പോൾ നമ്മളെ ബോഡിയൊക്കെ അങ്ങനെയല്ലേ, നമുക്കത് വർക്ക് ചെയ്യണില്ല വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വൃത്തിയാക്കി കൊണ്ടുവന്നു. അതുപോലെ ആ ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ ആത്മാവ്, മിക്സിയല്ല. മിക്സി നമ്മളെ ബോഡിയാണ്. അപ്പം മിക്സി ചത്താലും പഴതായി ചത്തു അല്ലെങ്കിൽ എന്തെങ്കിലും കേടൊന്നു കത്തിപ്പോയിച്ചാലും അതിന് അത്രയും കാലം അതിന് പ്രവർത്തിക്കാനുള്ള ശക്തി കൊടുത്തുന്ന ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ഇത് ഞാൻ വായിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ അതാണ് പറയണത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതായത് ജ്ഞാനത്തോടു കൂടി ചെയ്യുക, അജ്ഞാനിയാവരുത്. അതായത് ഐ ആം ദ ബോഡി എന്നുള്ള വിചാരം, ഞാൻ ഐ ആം ദ ഡൂവർ ആൻഡ് ദ എൻജോയർ എന്നില്ലാതെ ചെയ്താൽ നമുക്ക് കർമ്മബന്ധനം ഇല്ല. അങ്ങനെ ചെയ്യാനാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ആ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് അതിനെ പാപമാണോ പുണ്യമാണോ എന്ന് തീർച്ചയാക്കണതും. നമുക്ക് പുണ്യവും വേണ്ട, അതാണ്. പുണ്യം ഉണ്ടെങ്കിലും കർമ്മബന്ധനം തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് സ്വർഗത്ത് പോയി ആ നല്ല സുഖങ്ങൾ അനുഭവിച്ചാൽ തിരിച്ചാദ്യം വരണേ. അപ്പോൾ ആ കർത്തൃത്വം ഇല്ലാതിരിക്കുക തന്നെയാണ് നല്ലത്. എത്ര നല്ല കർമ്മം ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ചെയ്യുകയാണെന്ന് വിചാരിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. കാരണം കർത്തൃത്വം ഇല്ലെങ്കിൽ, അതായത് ഞാൻ ചെയ്യുകയാണ്, ഐ ആം ദ ഡൂവർ എന്നുള്ള വിചാരം ഇല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള നല്ല ബന്ധനവും ചീത്ത ബന്ധനവും ഒന്നുമില്ല എന്നാണ് ഇതിലൊരു ശ്ലോകം കൊണ്ട് പറയണം. ഇനി നമുക്ക് അത് വായിച്ച് നമുക്ക് അടുത്തതും കൂടി എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നോക്കട്ടെ, അടുത്തതും കൂടി ചെയ്യാൻ നോക്കിയാൽ നമുക്ക് പകുതിയെങ്കിലും. അപ്പം ഇനി 20 എന്താ വെച്ചാൽ ഇത് തന്നെയാണ് ഈ സെയിം തിങ്. പക്ഷെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. ന ജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാ ഭവിതാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അല്ലേ? അതാണിതിൽ പറയണത്. അപ്പോൾ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. എന്താ അത്, അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ന ജായതേ മ്രിയതേ വാ, അത് വളരെ തന്നെയാണ് പറയണത് കേട്ടോ. അതായത് അയം
മീൻസ് ഈ ആത്മാവ് ഇവിടെ അയം എന്ന് പറയുമ്പോൾ ഈ ആത്മാവ് ശരീരേ ദേഹം ഹന്യമാനെ ഈ ശരീരത്തിൻ്റെ അകത്തിലിരിക്കുന്ന ഈ ആത്മാവ് ശരീരേ ഹന്യമാനെ ശരീരം കൊല്ലപ്പെടുമ്പോൾ കഥാചിൽ ഒരിക്കലും ഹന്യതേ കൊല്ലപ്പെടുന്നില്ല എന്ന്. അതായത് ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ശരീരം കൊല്ലപ്പെടുമ്പോൾ കൊല്ലപ്പെടുന്നില്ല, ഒരിക്കലും കഥാചിത് ഒരിക്കലും കൊല്ലപ്പെടുന്നില്ല. ജായതേ ജനിക്കണമില്ല എന്ന്, മ്രിയതേവ മരിക്കുന്നതുമില്ല, ഭൂത്വ ഉണ്ടായിട്ട് ഭൂയ പിന്നെ ഭവിതാവാന്ന അതായത് ഈ ബോഡി പോലെ ജനിക്കുക, കുറച്ച് കാലം എക്സിസ്റ്റ് ചെയ്യുക, മരിക്കുക, ഒന്നുമില്ല. അതാണ് ഭവിത എന്ന് പറഞ്ഞത്. എക്സിസ്റ്റ് ചെയ്യണമില്ല, എപ്പോഴും ഉള്ളതാണ്. അപ്പം പിന്നെ അതിൻ്റെ പ്രശ്നമില്ലല്ലോ. അതില്ലാത്തൊരു കാലമില്ല ആത്മാവ്. ഈ ദേഹത്തിന് എന്തെങ്കിലും ദേഹം കൊല്ലപ്പെടുമ്പോൾ ആത്മാവ് കൊല്ലപ്പെടുന്നു വിചാരിക്കണ്ട. ആത്മാവ് ജനിക്കണമില്ല, മരിക്കണമില്ല, കുറച്ച് കാലം ഉണ്ടായിട്ട് ഇരിക്കണമില്ല. പിന്നെ ഭവിതാന്നവ എന്താ വെച്ചാൽ അയം മീൻസ് എഗെയിൻ ആത്മാ അജഹ ജന്മമില്ലാത്തവനാണ്. ജന്മമില്ല, അജനാണ്, എപ്പോഴും ഉള്ളതാണ്, എപ്പോഴും ഇറ്റേണലാണ്. പിന്നെ എവിടെ ജന്മം? നിത്യ ഒരിക്കലും നാശമില്ലാത്തവൻ, ഇറ്റേണലാണ്. നിത്യം ച ഇറ്റേണൽ, അജാച്ച ജന്മമില്ലാത്തവൻ, ശാശ്വത എന്നും ഒരേപോലെ, പരിണാമവും ഇല്ല, ഒരു ചേഞ്ചസും ഇല്ല, അവ്യയം എന്നൊക്കെ പറയുമല്ലോ, അതാണ്. പുരാണേ മുമ്പ് തന്നെ ഉണ്ടെന്ന്, അതായത് ലോകം ഉണ്ടാവണേൻ്റെ മുമ്പ് തന്നെ ഉണ്ട്. ലോകം ഉള്ളപ്പോഴും ഉണ്ട്, ലോകം നശിച്ചാലും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മൾ ജനിക്കണേൻ്റെ മുമ്പേ ഉണ്ട്, ജനിച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മളെ പ്രകാശിപ്പിച്ചുകൊണ്ടുണ്ട്, നമ്മളെ ഈ ദേഹം നശിച്ചാൽ പിന്നെയും ഉണ്ട്. അതിനാണല്ലോ മരണം പറയുക, അപ്പോഴും ഉണ്ട്. അതാണ് പറയണം. സെയിം തിങ് തന്നെയാണ് കേട്ടോ, പക്ഷേ പലതരത്തിൽ പറയുകയാണ്. ഇതും കഠോപനിഷത്തിൽ നിന്ന് ഓൾമോസ്റ്റ് വരി ബൈ വരി എടുത്തിറക്കുകയാണ്. ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരം. ഇതന്നെ പറയണം ഏതിൽ? കഠോപനിഷത്തിൽ. ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ ആത്മാവ് ജനിക്കണമില്ല, മരിക്കണമില്ല, എവിടുന്നും വന്നതല്ല, പിന്നെ എന്താണ്, അൺബോണാണ്, എവർ ലാസ്റ്റിംഗ് അല്ലേ? പിന്നെയോ പണ്ടേ ഉള്ളതാണ്, ഈവൻ ബിഫോർ ദ ലോകം ഉള്ളതാണ്, ഇറ്റേണലാണ്. അപ്പോൾ ഈ ഭഗവാൻ എന്താ വെച്ചാൽ പറയുകയാണ്, ഈ കാണുന്ന പരിണാമങ്ങൾ, ജനനം, വളർച്ച, വാർദ്ധക്യം, മരണം, ഇതൊക്കെ ഈ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. ആ ശരീരത്തിൻ്റെ അകത്തുള്ള ബോധം അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിന് ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല, ബാധകമല്ല. പിന്നെ നമ്മുടെ ശരീരം വെറും ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തിന് കൊടുക്കണ പവർ, ഇലക്ട്രിസിറ്റി പവർ പോലെയാണ് എന്താ ആത്മാവ്. ആ ആത്മാവിന് ഒരു മിക്സിക്കോ അല്ലെങ്കിൽ നമ്മളെന്തിന് അതിനുള്ള മാറ്റങ്ങളൊന്നും പഴതാവലൊന്നും ഇലക്ട്രിസിറ്റിക്കൊന്നും ഇല്ലല്ലോ, അതുപോലെയാണ് എന്ന് പറയുകയാണ്. അതൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അതെ, എന്നും നിത്യമാണ്, ശാശ്വതമാണ്, അതായത് എവർ ചേഞ്ച്, നോ ചേഞ്ചാണ് കേട്ടോ, ഇറ്റേണലാണ്, എന്നും ഉള്ളതാണ്, ഒരിക്കലും നശിക്കുന്നില്ല, ഒരിക്കലും നശിപ്പിക്കാൻ കഴിയുകയുമില്ല എന്നാണ് പറയണത്. സോ അതുകൊണ്ട് അർജുന, നീ ദുഃഖിക്കണ്ട, ഈ ഇവരൊക്കെ നീ കൊല്ലുകയാണെന്നുള്ള ദുഃഖമൊന്നും വേണ്ട. കാരണം നിനക്കിപ്പോൾ ഈ സ്വധർമ്മം അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേഗം പോയി കൊന്നോളൂ എന്നും പറയില്ല. ഇപ്പം നമുക്കിത് അനുഷ്ഠിച്ചിട്ട് രാജ്യത്തിനെ രക്ഷിക്കണം, ലോക നന്മയ്ക്കാണ് നീ ചെയ്യണത്. അതുകൊണ്ട് നീ ഒന്നും ഞാനാണ് ചെയ്യണ എന്നുള്ള ഭാവമില്ലാതെ, ഞാൻ ആ പ്രപഞ്ചശക്തിയുടെ കയ്യിലത്തെ വേറൊരു ഉപകരണമാണെന്ന് വിചാരിച്ചിട്ട് നീ പോയി യുദ്ധം ചെയ്തോളൂ എന്നാണ് പറയണത്. ഇനി
അതായത് എന്നിട്ട് ഇനി റീബർത്തിനെ പറ്റിയിട്ടൊക്കെ ഇനി പറയേ ഒരിക്കലും നാശമില്ലാത്താന്ന് പറഞ്ഞുവല്ലോ. അതായത് കഥാചിത് എന്ന് പറഞ്ഞു, ഒരു കാലത്തും ഈ ആത്മാവിന് എക്സിസ്റ്റൻസ് ഇല്ലാത്ത കാലമില്ല. ഉണ്മ അത് എന്നും അതായത് ശാശ്വതമായ ഉണ്മയാണ്. എപ്പോഴും ഉള്ള ഒരു ബോധമാണത്. അതുകൊണ്ട് നമ്മളങ്ങനെയൊക്കെ പറയുമല്ലോ. അതായത് ഈ ജനനം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാത്രേ. ജനനാണത്രേ ആദ്യത്തെ മരണം. മീൻസ് എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. വി ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ബോഡി ഓരോ ദിവസവും. അതുകൊണ്ടാണ് എന്താ പറയുക, ശരിക്ക് ജനനം മരണത്തിൻ്റെ ആദ്യമാണെന്ന് പറയത്രേ. അതായത് ബർത്ത് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ഫോം ഓഫ് ഡെത്ത് എന്ന്. കാരണം എല്ലാ ദിവസവും നമ്മൾ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ആത്മാവ് ഈ സ്ക്രീനിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, അതിനെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല എന്നും. അതായത് ജാഗ്രതയിലും, അതായത് വെയ്ക്ക്ഫുൾ സ്റ്റേറ്റിലും, സ്വപ്നത്തിലും, സുഷുപ്തിയിലും, മൂന്നിലും ഒരുപോലെ സാക്ഷിയായിട്ട് നിൽക്കുന്നതാണ് ആത്മാവ്. ജാഗ്രതയിൽ നമുക്കറിയില്ല, സ്വപ്നത്തിൽ നമുക്കറിയാലോ. ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നം സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വപ്നം നമ്മൾ കണ്ടത് ആളാണ് ആത്മാവ്. നമ്മളെ ഈ ബോഡി നമ്മൾ ബോഡിയാണെന്ന് വിചാരിക്കണ ഞാൻ ഉണ്ടല്ലോ, ജീവാത്മാവ് സ്വപ്നം കാണുന്നതിനെ പരമാത്മാവ് കണ്ടു. അതേപോലെ തന്നെ ജീവാത്മാവ് സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങണതും കണ്ടു പരമാത്മാവ്. അപ്പോൾ ജാഗ്രതയിലും കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഉള്ള ശക്തിയാണ് പരമാത്മാവ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ശ്ലോകം. അപ്പം നമുക്കിവിടെ നിർത്താം. ഇത് പിന്നെ ഒന്നും കൂടി ചൊല്ലിയിട്ട് കേട്ടോ. ന ജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാ ഭവിതാ ന ഭൂയഃ അജോ നിത്യഃ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.